സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 4 1 തിരുവചനം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് നിലവിളിച്ചു, നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിൻ്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെ നാം വായിച്ചാൽ അവിടെ എലീശാ പ്രവാചകൻ്റെ ശുശ്രൂഷാകാലത്ത് തൻ്റെ അടുക്കൽ വന്ന ഒരു സ്ത്രീയുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതാണ് നാം കാണുന്നത്. ആ സ്ത്രീയുടെ വിഷയം, ആ സ്ത്രീ വിധവയായിരുന്നു എന്ന് മാത്രമല്ല, വലിയ കടഭാരത്തിൽ കുടുങ്ങിപ്പോയിരുന്നു. തൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വന്ന കടഭാരമാണ്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ സ്ത്രീക്ക് കടം കൊടുത്ത മനുഷ്യൻ ഈ സ്ത്രീയുടെ 2 മക്കളെ ആ കടം കൊടുത്ത തുകയ്ക്ക് പകരമായി പിടിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഈ സ്ത്രീ നിലവിളിക്കുകയാണ്, വളരെ ഭാരപ്പെടുകയാണ്. അവർ വളരെ വിഷമത്തിലാണ്. ഭർത്താവ് മരിച്ചുപോയി. ഇനി അവരുടെ ജീവിതം ഈ 2 കുഞ്ഞുങ്ങളെ നോക്കിയാണ്. എന്നാൽ ആ കുഞ്ഞുങ്ങളെ ഇപ്പോൾ കടക്കാരൻ പിടിച്ചു പോകാൻ വന്നിരിക്കുകയാണ്. എനിക്കിനി ആരുണ്ട് എന്ന് അവർ നെഞ്ചത്തടിച്ച് കരയുന്ന സമയം. എന്നാൽ ഇതിനിടയിൽ ആ സ്ത്രീക്ക് തൻ്റെ ബുദ്ധിയിൽ വന്ന ഒരു കാര്യം, ആ നാളുകളിൽ അവിടെ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന എലീശാ, ആ പ്രവാചകനെ ചെന്നൊന്ന് കാണാം, അദ്ദേഹത്തോട് എൻ്റെ വിഷയം അറിയിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ ഈ സ്ത്രീ എലീശാ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. എലീശാ പ്രവാചകൻ അവളോട്, നിൻ്റെ വീട്ടിൽ എന്താണുള്ളതെന്ന് ചോദിക്കുന്നു. അവൾ അതിന് മറുപടിയായി, ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിലൊന്നുമില്ല എന്ന് പറയുമ്പോൾ പ്രവാചകൻ അതിന് മറുപടിയായി, നീ വീട്ടിൽ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് നിൻ്റെ വീട്ടിലുള്ള ആ ഒരു ഭരണി എണ്ണ പാത്രങ്ങളിലേക്ക് പകരുക. നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്നും പറഞ്ഞയക്കുകയാണ്. ആ സ്ത്രീ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണ്. പാത്രങ്ങൾ നിറഞ്ഞ് കവിയുകയാണ്. വീണ്ടും വീണ്ടും പാത്രങ്ങൾ കൊണ്ടുവരുവാൻ ആ സ്ത്രീ മക്കളോട് പറയുകയാണ്. അവസാനമായി അവരുടെ മക്കൾ ഇനി പാത്രമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എണ്ണ നിന്നു പോവുകയാണ്. ഈ സ്ത്രീ പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ച കാര്യമെല്ലാം അറിയിക്കുകയാണ്. വീട്ടിലുള്ള പാത്രങ്ങളും അയൽവാസികളിൽ നിന്ന് വാങ്ങിയ പാത്രങ്ങളും കൊണ്ട് ഇതാ എണ്ണ നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, ആദ്യം എണ്ണയിൽ കുറേ വിറ്റ് കടം തീർക്കുക, ബാക്കിയുള്ളത് കൊണ്ട് നിൻ്റെ ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ്
അയക്കുകയാണ്. ഈ സംഭവത്തിൽ, ഈ ചരിത്രത്തിൽ നാം കാണുന്ന ഒരു സന്ദേശം, നാം ഏത് വിഷയം നിമിത്തം ഭാരപ്പെട്ടാലും ആ വിഷയത്തിന് ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട് എന്നുള്ളതാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാൽ നാം കുടുങ്ങിയാലും ആ പ്രശ്നം നാം പരിഹരിക്കുവാൻ കഴിയുന്ന ദൈവസന്നിധിയിൽ കൊണ്ടുപോയാൽ അവിടെ നിന്നും നമുക്ക് തീർച്ചയായും പ്രതിവിധി ഉണ്ടാകും. അതെ, ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന ആരെങ്കിലും ഏതെല്ലാം വിഷയങ്ങളിൽ ഇതുപോലെ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിഷയങ്ങളിൽ ഭാരപ്പെടുന്നുവോ, ദൈവത്തിൻ്റെ അടുക്കൽ ആ വിഷയത്തിന് പരിഹാരമുണ്ട്. ഈ സ്ത്രീയെപ്പോലെ കർത്താവിൽ ആശ്രയിക്കുക, പരിഹാരം നേടുക. ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ.